ഇറാൻ അമേരിക്ക ആണവ വിഷയത്തിൽ ഉന്നതതല ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ചത് ഒമാനായിരുന്നു. ഇപ്പോൾ ഇതാ ഒമാനെ പ്രശംസിച്ച് ലോകരാജ്യങ്ങൾ മുന്നിലെത്തിയിരിക്കുകയാണ്. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദിയുടെ മധ്യസ്ഥതയിലായിരുന്നു കഴിഞ്ഞ ദിവസം 2.5 മണിക്കൂർ നീണ്ടുനിന്ന ആദ്യഘട്ട ചർച്ച നടന്നത്. രണ്ടാം ഘട്ട ചർച്ച അടുത്ത ശനിയാഴ്ച വീണ്ടും മസ്കറ്റിൽ നടക്കും. ചർച്ച ക്രിയാത്മകവും സൃഷ്ടിപരവുമായിരുന്നുവെന്നാണ് അമേരിക്കയും ഇറാനും വ്യക്തമാക്കിയിരിക്കുന്നത്. 2018 ആണവ കരാറിൽ നിന്ന് US പിന്മാറിയ ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നതതല ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച ഒമാന്റെ നടപടികൾ നയതന്ത്ര മേഖലയിലെ തിളക്കമുള്ള ഒരു പൊൻതൂവൽ കൂടിയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ നടന്ന ചർച്ചയെ പോസിറ്റീവും ക്രിയാത്മകവും എന്ന് വിശേഷിപ്പിച്ച വൈറ്റ് ഹൗസ് സംഭാഷണത്തിന് സൗകര്യമൊരുക്കിയതിന് ഒമാനോട് നന്ദി പറയുകയും ചെയ്തിരുന്നു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും ഇരു രാജ്യങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ പ്രസിഡന്റ് ട്രംപിൽ നിന്ന് തനിക്ക് നിർദ്ദേശമുണ്ടെന്ന് ചർച്ചയിൽ പങ്കെടുത്ത US പ്രത്യേക ദൂതൻ വിറ്റ്കോഫ് അറിയിച്ചിരുന്നു. ഈ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. പരസ്പര പ്രയോജനകരമായ ഫലം കൈവരിക്കുന്നതിനുള്ള ഒരു മുന്നേറ്റമായിരുന്നു ചർച്ചയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മസ്കറ്റിൽ ചർച്ചകൾ നടത്തിയതിനും തന്റെ രാജ്യത്തിനും അമേരിക്കയ്ക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി സുൽത്താനേറ്റിനോടും നന്ദി അറിയിച്ചിട്ടുണ്ട്. പരസ്പര ബഹുമാനത്തിന്റെ അന്തരീക്ഷത്തിൽ US പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായുള്ള ചർച്ചകൾ ക്രിയാത്മകവും പ്രതീക്ഷ നൽകുന്നതുമായിരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ഡോക്ടർ സിയാദ് അബ്ബാസ് അറാച്ചിയും സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ ചർച്ചയ്ക്ക് ആതിഥ്യം നൽകിയതിന് അഭിമാനമുണ്ടെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബസൈദി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇത് ചർച്ചകളുടെയും ഉടമ്പടികളുടെയും തുടർച്ചയാകുമെന്നും ഏറ്റവും നല്ല കരാറുകളിൽ എത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചകൾ വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നടത്താൻ കഴിഞ്ഞതിലും മേഖലയുടെയും ലോകത്തിന്റെ സമാധാനവും സുരക്ഷയും സ്ഥിരതയും നേടുന്ന രീതിയിലുള്ള വീക്ഷണങ്ങൾ ഇങ്ങനെ കരാറിലെത്തിക്കാൻ കഴിഞ്ഞതിലും രണ്ട് സഹപ്രവർത്തകർക്കും നന്ദി പറയുന്നതായും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്.